നമ്മുടെ 250 രൂപ ടിക്കറ്റ് പെറ്റ്സ് പാർക്ക് കൂടെ പെട്ടിട്ടുണ്ട്. അതിൻ്റെ എൻട്രിയാണ് നമ്മുടെ ബേക്കിൽ കാണുന്നുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ്. ഇനി നമ്മൾ പെറ്റ് പാർക്കിലോട്ട് കുറച്ച് മുന്നോട്ട് നടക്കാണ്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതേ മിനിയൂട്ടിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. മിനിയൂട്ടി എക്സ്പ്ലോറിങ്. അവിടെ ഇപ്പോൾ നമ്മളുള്ളത് പെറ്റ്സ് പാർക്കിലാണ്. ഈ പെറ്റ്സ് പാർക്കിലോട്ട് നമുക്ക് 250 രൂപ ടിക്കറ്റ് തന്നെ ഉള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. മിനിയൂട്ടി എക്സ്പ്ലോറിങ്. ഇതുവരെ ആരും കാണാത്ത കാഴ്ചകളും പറയാത്ത വിശേഷങ്ങളും. എല്ലാവർക്കും റോയ് 3R വീഡിയോസിലേക്ക് സ്വാഗതം. പോകാം മിനിയൂട്ടി എക്സ്പ്ലോറിങ്ങിലോട്ട്. നല്ല ഒരു കിടിലൻ അനുഭവമാണ്. മലപ്പുറത്തെ മിനിയൂട്ടിയിൽ നമുക്കൊരു ദിവസം കിട്ടിയത് നല്ല കിടിലൻ അനുഭവങ്ങളും എക്സ്പീരിയൻസുമാണ്. അവിടെ അടിച്ചു പൊളിക്കാം ഒരു ദിവസം. അപ്പോൾ അതിന് പറ്റിയ ഒരു സ്ഥലമാണ് മിനിയൂട്ടി, മലപ്പുറത്തെ മിനിയൂട്ടി. അപ്പോൾ അതിൻ്റെ അടുത്ത എപ്പിസോഡാണ് ഇന്ന്. വെൽക്കം ബാക്ക് റോയ് 3R വീഡിയോസ്. നമ്മൾ കയറിയ ഗ്ലാസ് ബ്രിഡ്ജ് അല്ലാതെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് അവകാശപ്പെടുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് മിസ്റ്റി ലാൻഡിൽ. ഞങ്ങൾ അവിടേക്ക് പോയില്ല കേട്ടോ. ഇവിടെയാണ് പെറ്റ്സ് പാർക്കുള്ളത്. ഞങ്ങളിനി അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. നമുക്കിതിന് പ്രത്യേക ടിക്കറ്റ് വേണ്ട. 250 രൂപ ടിക്കറ്റ് ആദ്യം തന്നെ എടുത്തുകൊണ്ട് ആ ടിക്കറ്റ് തന്നെ ഇതിൽ കയറാൻ പറ്റും. മാട്ടൂരിൻ്റെ അടിപൊളി പെറ്റ്സ് പാർക്ക് ഉണ്ട് കേട്ടോ. ഉടുമ്പ് ആ നിലത്ത് എടുക്കണേ. മൈസൂരിൽ പിന്നെ ഇവിടെ ഉണ്ടല്ലോ, നമ്മള് പെറ്റ്സിൽ പോയില്ലേ, മാട്ടൂരില് പോവാൻ. അതുപോലെ ആ മോളിൽ നേരിട്ട് കാണുമ്പോ ഒരു ഭംഗിയില്ലെങ്കിലും വീഡിയോ കാണുമ്പോൾ ഇതാണ് തോന്നുന്നത് ചൈനീസ് പെയിന്റ് ഒട്ടപക്ഷി ഒട്ടപക്ഷി ആന 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 പ്രതിമയാന്ന് മാത്രം. ആ ഇവിടെ കുറെ സാധനങ്ങളുണ്ടല്ലോ. ശരിയാ ജമുന പ്യാരിയാ കുഞ്ഞനാട് മിസ്ക്ക് മുയല് ഗിനിപ്പന്നില്ലേ?
ചിലപ്പോൾ നമ്മൾ തൊടാൻ പാടില്ലായിരിക്കും. അല്ല എന്തേ അസുഖം ഉണ്ടെങ്കിലൊക്കെ വേണം. അതിന്റെ ഉള്ളിലുള്ള ഇതിന് ചെവിക്കൊക്കെ എന്തോ സെഞ്ചു കൊടുത്തിരി. എടുത്ത് വയ്ക്കോ. ഇനി നമ്മൾ പക്ഷികളുടെ ലോകത്തേക്ക് കടക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. ഇനിയാണ് കാഴ്ചയുടെ മറ്റൊരു വിസ്മയം, പക്ഷികളുടെ ലോകത്തേക്ക്. പൈസ ഉണ്ട്. അത് വേണ്ട, അത് ഇവിടെ നമ്മൾക്ക് പക്ഷികളുടെ തീറ്റയുണ്ട്. അത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പക്ഷികളൊക്കെ നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കും. അതാണ് നമ്മളിവിടെ ചെയ്തത്. ഫോട്ടോ ഉണ്ട് ഉണ്ട്. തൊട്ടുമോളെ എവിടുന്ന് തീറ്റ ഇത്? ഫോട്ടോ എടുക്കാട്ടോ. കെട്ടി നിണ്ട് തീറ്റ ഇട്ട് കൊടുക്കടി. അതെന്തിന്? ഏയ് തലയിലിരിക്കുന്ന ഓർക്കിട്ടൊന്നുമില്ല. ഒരു പപ്പയുണ്ട്. ഫോട്ടോ ഉണ്ടായില്ലേ? ഇതൊക്കെ എവിടുന്ന് വന്നു തന്നെ എന്തൊക്കെയോ പിടിച്ച് തിന്നുന്നുണ്ട്.
പെറ്റ്സ് പാർക്കിലോട്ട് മാത്രമായിട്ട് നമുക്ക് വേറെ ടിക്കറ്റ് കിട്ടും. നമ്മളിതെല്ലാം കൂടി ഒന്നിച്ചാണ് എടുത്തത്. പിന്നെ 100 രൂപ കൊടുത്ത പെറ്റ്സ് പാർക്കും അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജും മറ്റേ ഉറപ്പായും ആ പാർക്കിലും കയറാൻ പറ്റും. ആകെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എത്തിപ്പെടാനൊരു ബുദ്ധിമുട്ടാണ്. അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പാർക്കുകളുണ്ട്. ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്കിവിടെ ആസ്വദിക്കാം. അതിനുള്ള ഒരുപാട് പാർക്കുകളും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മിനി ഊട്ടിയിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. നല്ല പുതുമയുള്ള കാഴ്ചകളുമായി ഇനിയും വരാം. അതുവരേക്കും ബൈ ബൈ. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാനേ.